ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ രാഹുലിനോട് പറയുന്നുണ്ട്, 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് ഡോക്ടർ ഒന്നും ചെയ്തില്ലല്ലേ, അതിനേക്കാളും മുകളിൽ കൊടുക്കാന്ന് പറഞ്ഞല്ലേ, അത് ഞാനാണ്. ഇവിടെ താൻ എന്താണ് വിചാരിച്ചത്? ഇവിടുത്തെ ഡോക്ടർക്ക് തന്നെക്കാളും പരിചയമുണ്ട് എന്നെ. താൻ 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത കാര്യമൊക്കെ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഡോക്ടറിന്റെ വീട് കൺസ്ട്രക്ഷൻ ചെയ്യണത് ഞാനും കല്യാണിയും കൂടിയിട്ടാ, അതുകൊണ്ട് ഞാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രാഹുലിന്റെ മുഖം അങ്ങോട്ട് മാറുവാട്ടോ. താൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്? തന്റെ മരുമകനെ എങ്ങനെയൊക്കെ ഒഴിവാക്കല്ലേ താൻ വിചാരിക്കണത്? മരുമകനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞ പൈസ താൻ കൊടുക്കണോ? ആ പൈസ കൊടുത്ത അവനായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുമല്ലോ, പിന്നെന്താ എന്ന് പറയാണ്. എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ പറയുമ്പോൾ തൻ്റെ മോൾക്ക് കിട്ടിയേക്കണ തൻ്റെ അതേ സ്വഭാവമാണ്. ഇനി ഇപ്പം ജനിച്ചേക്കുന്ന കുട്ടിക്ക് അവളുടെ സ്വഭാവം കിട്ടാതിരുന്നാൽ മതി. ആ കല്യാണി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകുക കേട്ടോ. കിരണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ. ആ സമയത്ത് നമ്മുടെ മനോഹറാണെങ്കിൽ ഷാരിദ് പറയുന്നുണ്ട്, അമ്മ അച്ഛൻ എന്താ അമ്മ ഇങ്ങനെ? ഹോ, അയാളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അയാൾക്ക് തലക്ക് സുഖമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മനോഹർ പറയുന്നുണ്ട്, ദേമ്മ രണ്ടുപേര് വരുന്നുണ്ട്, കുഞ്ഞിനെ കാണാൻ പാടുന്നത് നമ്മൾ ആഗ്രഹിച്ച രണ്ടുപേര് തന്നെ. അയ്യോ മോന് ഒന്നും പറയല്ലേ, ആ താരയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അവൻ കേസൊന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ നന്ദി ഇപ്പോഴും വേണം എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എടാ മനോഹറെ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ കൈ കൊടുക്കുന്നുണ്ട്. താങ്ക് യു എന്ന് പറയാണ്. അല്ല, പെൺകുഞ്ഞാണ് ജനിച്ചതല്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾക്ക് പെൺകുഞ്ഞായിരുന്നു ഇഷ്ടം എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ള കുഞ്ഞല്ലേ, അതന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അതിനുശേഷം കുഞ്ഞിനെ കണ്ടായിരുന്നോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ കണ്ടിരുന്നു മോളെ, മനുമോനെ എടുത്തു വെച്ചേക്കണ പോലത്തെ ഒരു കുഞ്ഞ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ വരികയുള്ളൂ, മനോഹറിനെ അത്രമാത്രം സരയു സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ശേഷം കിരൺ പറയുന്നുണ്ട്, മനോഹർ നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മനോഹറിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അതിനുശേഷം മനോഹർ പറയുന്നുണ്ട്, എടാ സാധാരണ നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് തന്നെ അവളുടെ സകല സ്വത്തുക്കളും അടിച്ചു മാറ്റി നീ മുങ്ങാറാണ് പതിവ്. ഇവിടെ മാത്രം എന്താടാ നിന്റെ പതിവ് തെറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല സർ, അതുകൊണ്ട് തന്നെയെന്ന് പറയാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയാലും നീ ഇവിടെ നിന്ന് പോവരുത്, പറഞ്ഞല്ലോ നീ എവിടെ പോയാലും നിന്നെ പൊക്കാനുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നിന്റെ ഒരു വേലത്തരം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ചെയ്ത വേലത്തരം. എന്ത് വേലത്തരം സർ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നിഷയുടെ കാര്യം. അതുപോലത്തെ വേലത്തരൊന്നും ഇനി കാണിക്കരുത്. അയ്യോ ഇല്ല സർ, ഇനി കാണിക്കില്ല. നീ സരയുവിൻ്റെ കൂടെ എന്നും ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, നിന്റെ നട്ടൽ ഞാൻ പഞ്ചറാക്കും, പിന്നെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. അത് വേണോ? വേണ്ട സർ, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. നീ നിന്റെ കുഞ്ഞിനെ കണ്ടായിരുന്നു? നീ ആദ്യമായിട്ടാണല്ലോ നിന്റെ കുഞ്ഞിനെ കാണുന്നത്. കണ്ടായിരുന്നു സർ, എങ്ങനെയുണ്ട് എന്ന് കിരൺ ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് എന്നെ പോലെ തന്നെ ഉണ്ടെന്ന്. അതങ്ങനെ വരുള്ളൂടാ, അവളെ സരയു എത്ര ദുഷ്ടിയാണെങ്കിലും നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാണ്. വാ എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കിരണിങ്ങനെ പറയുമ്പോഴേക്കതേ അമ്മായിമ്മ നോക്കുന്നുണ്ട്. ശരി ശരി വാ എന്ന് പറഞ്ഞിട്ട് കിരൺ മനോഹറിനെ കൂട്ടിക്കൊണ്ട് ഷാരിയുടെയും കല്യാണിൻ്റെ അടുത്തേക്ക് വരുവാണ്. എന്താ മനുമോനായിട്ട് കിരൺ മോൻ ഒറ്റയ്ക്ക് സംസാരിച്ചത് എന്ന് ഷാരി ചോദിക്കുമ്പോൾ മനോഹർ എടുത്ത വായിക്ക് പറയുന്നുണ്ട്, അതോ കിരൺ സാറിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അമേരിക്കയിലേക്കും കൂടി വ്യാപിക്കണമെന്ന് താല്പര്യമുണ്ട്, അപ്പം അതിനെക്കുറിച്ച് പറയായിരുന്നു. ആണോ? അത് നല്ല കാര്യം മോനെ, മോൻ രക്ഷപ്പെടും എന്ന് ഷാരി പറയാണ്. കിരൺ അത് കേട്ടിട്ട് ഇങ്ങനെ ശരി ശരി എന്ന് പറയുന്നുണ്ട്. ശേഷം കിരൺ പറയുന്നുണ്ട്, അതെ ഈ ഹോസ്പിറ്റലിൽ വേറൊരാൾ കൂടി കിടക്കുന്നുണ്ട്, താരാൻറ്റി. അതുകൊണ്ട് താരാൻറ്റിയുടെ തലയുടെ മുറിവൊക്കെ മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എങ്ങാനും കുഞ്ഞിനെ കാണാൻ വേണ്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണിക്കണം എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ട, അയ്യോ അത് സരയുവിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല മോനെ, സരയു കാണണ്ട, സരയു കാണാതെ കാണിച്ചാൽ മതി എന്ന് പറയാണ്. അത് നോക്കാം മോനെ എന്ന് പറയണ്ട, നോക്കിയാൽ പോരാ, നടക്കണം കേട്ടല്ലോ എന്ന് പറയാണ്. ശരി മോനെ എന്ന് പറയുന്നുണ്ട്. ശരി കല്യാണി, നമുക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ കല്യാണിയും കഴിഞ്ഞുകൂടി അവിടെ നിന്ന് പോകുമ്പോഴേക്കും നമ്മുടെ മനോഹർ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മേ എന്താണ് അവരുടെ മുമ്പിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ താരക്ക്? മോനറിയാലോ താരയുടെ കാര്യങ്ങളൊക്കെ, അവള് എൻ്റെ സ്വന്തം മകളാന്ന് പറഞ്ഞിട്ട് നടക്കുക. മാത്രമല്ല അവിടെ തലതല്ലി പൊടിച്ച കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ അവൻ്റെ കയ്യിലുള്ളതല്ലേ, അപ്പം നമ്മൾ അവനെ ഇടഞ്ഞുകൂടാ, അവൻ എന്ത് പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം നല്ലത്. പിന്നെ കുഞ്ഞിനെ കണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. അത് ശരിയാമേ, അവരിപ്പോൾ കുഞ്ഞിനെ കണ്ടെന്ന് വെച്ചപ്പോൾ എന്താവാനാ എന്ന് മനോഹർ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണും കല്യാണിയും കൂടി നേരെ പോണത് രൂപയുടെ അടുത്തേക്കാണ് കേട്ടോ.
രൂപ വാതിൽ തുറക്കുമ്പോഴേക്കും ഇതാരും മോനോ മോളോ വാ അകത്ത് വന്ന് പറയുമ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്ന് കല്യാണം ചെയ്യുമ്പോൾ ഇല്ല, എനിക്ക് ആ കുഞ്ഞെ കാണാൻ താല്പര്യമില്ല. അങ്ങനെ പറയലേ അമ്മേ, അമ്മ ഹോസ്പിറ്റലിൽ പോകണം. അമ്മ ഹോസ്പിറ്റലിൽ പോയി അവർക്കൊക്കെ സംശയമാവില്ലേ? പിന്നെ ആ കുഞ്ഞ് എന്ത് തെറ്റാമ്മ ചെയ്തത്? ആ കുഞ്ഞെ അമ്മ കൊഞ്ചിക്കണം, ലാളിക്കണം എന്നൊക്കെ പറയാണ്. എനിക്കെന്തോ അതിന് തോന്നണില്ല എന്ന് പറയുമ്പോൾ അമ്മേ നോക്ക്, അമ്മ രാഹുൽ എന്ന് പറഞ്ഞ ഭഗാസുരൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു നീരസം അയാളുടെ അടുത്തുണ്ട്. പിന്നെ അമ്മേനെ അയാൾക്ക് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ ഇപ്പം കുഞ്ഞിനെ കാണാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സംശയം കൂടെയുള്ളൂ. അതുകൊണ്ട് അമ്മ കുഞ്ഞിനെ കാണണം, സരയുവിനോട് സംസാരിക്കണം. എന്നെയും കരലിനേക്കാളും ഇഷ്ടം സരയുവിനെയാണെന്ന് അമ്മ അവളെ വരുത്തി തീർക്കണം. എനിക്ക് എങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റില്ല മോനെ. മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് എങ്ങനെയാ സ്നേഹത്തോടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മ ഇതുവരെ അഭിനയിച്ചതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അഭിനയിച്ചാൽ മതി. അമ്മ എന്തായാലും പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ മേളിൽ അയാൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആ ബകാസുരൻ എന്ത് ചെയ്യാൻ വേണ്ടി മടിക്കില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അയാൾ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്ന് വരും. എന്തൊക്കെ പറയണം, അയാളെക്കാളും കരുത്തരാണ് ഞാനും അച്ഛനൊക്കെ. പക്ഷെ അയാളുടെ നീക്കങ്ങൾ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത നീക്കങ്ങളാണ്. അതുകൊണ്ട് അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ അവരെ ഇനിയും സ്നേഹിക്കണം. ശരി മോനെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം, ഞാൻ റെഡി ആയിട്ട് പോകാം. ശരി അമ്മ, എന്നാൽ ഇപ്പം തന്നെ പോകണം എന്ന് കല്യാണി പറയണേ. ശരി മോനെ, ഇപ്പം തന്നെ പോകാം എന്ന് രൂപ പറയുന്നുണ്ട്. ശേഷം രൂപ അണിഞ്ഞൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാട്ടോ. രാഹുൽ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. രൂപ അങ്ങനെ രാഹുലിൻ്റെ അടുത്തേക്ക് പോകുവാണ്. രൂപ നീ വന്നോ? ഞാൻ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണല്ലോ രൂപ നടക്കുന്നത്. ഞാൻ ഡോക്ടർക്ക് 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ് ആ കുഞ്ഞിനെ വേണ്ടത് വെക്കാനായിട്ട്. പക്ഷേ ഡോക്ടർക്ക് അതിനേക്കാളും മുകളിൽ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. എൻ്റെ അനന്തരവൻ നിന്റെ പുന്നാര മോൻ എന്ന് പറയാണ്. അതിനുശേഷം രൂപ പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുന്നതും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂല. കിരൺ അങ്ങനെ ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല എന്ന് പറയാണ്. അല്ല ചേട്ടൻ കുഞ്ഞിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു എന്ന് പറയാണ്. കുഞ്ഞെങ്ങനെയുണ്ട്? അവനെപ്പോലെ തന്നെയുണ്ട്, ആ മനോഹരനെ പോലെ തന്നെ എന്ന് പറയാണ്. സരി മോളോ? കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഞാൻ ഒന്ന് മോളെ പോയി കണ്ടിട്ട് വരാം എന്ന് പറയാണ്. അല്ല രൂപേ, നമ്മളുടെ പ്ലാനൊക്കെ പൊളിയാണല്ലോ. സരിവിനൊക്കെയാണ് ഒന്നാക്കാൻ വെച്ച പ്ലാന്. എൻ്റെ രാഹുലേട്ടാ, മനുവിന് ഒഴിവാക്കി കഴിഞ്ഞാലും കിരൺ മോൻ സരിവിന് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്താ രൂപേ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത്? കിരണിന്റെ സ്വഭാവം ഏട്ടനറിയാലോ. അവനെ കല്യാണി വെച്ച ജീവനാണ്. കല്യാണി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നല്ലോ. അവൻ ആ 3-4 ദിവസം ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ സ്വഭാവം ആകെ മാറുന്നുണ്ട് രൂപേ. എൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല ഏട്ടാ, ഞാൻ സത്യാവസ്ഥ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രൂപ അകത്തേക്ക് പോവാണ്. രൂപയുടെ സ്വഭാവ മാറ്റത്തിൽ നമ്മുടെ രാഹുലിനും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ രൂപ നേരെ സരയുടെ അടുത്തേക്ക് പോവാണ്. അപ്പം സരയാണെങ്കിൽ ബോധമൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഷാരി പറഞ്ഞിട്ട്, എന്നാലും നീ ആൺകുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് പെൺകുഞ്ഞാണല്ലോ കിട്ടിയത്. ആര് പറഞ്ഞു? എനിക്ക് പെൺകുഞ്ഞിനെ തന്നെയാണ് ഇഷ്ടം. അയലത്തുള്ളവർക്ക് ആൺകുഞ്ഞല്ലേ, അപ്പം നമുക്ക് പെൺകുഞ്ഞാ നല്ലത് എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ഷാരി ചോദിക്കുകയാണ്. അപ്പോഴേക്കും രൂപ വാതിലിൽ മുട്ടുന്നുണ്ട്. ഷാരി വാതിൽ തുറക്കുമ്പോഴേക്കും, ഇതാരും രൂപയോ? ദേമോളെ ഇത് ആരാ വന്നിരിക്കണം നോക്കി. അതേ കുഞ്ഞെ, നിന്റെ അമ്മൂമ്മ വന്നു കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ രൂപ വരുന്നുണ്ട്. ആന്റിക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ എന്ന് സരി പറയുമ്പോൾ, മോൾക്ക് എന്നോട് ദേഷ്യമല്ലേ എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, മോൾക്ക് ദേഷ്യമൊന്നുമില്ല. നീ എന്തിനാണ് ചന്ദ്രസേനെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ മോളോട് പറഞ്ഞു. അതുകൊണ്ട് മോൾക്ക് ഇപ്പൊ സത്യാവസ്ഥയൊക്കെ മനസ്സിലായിട്ട് നിന്നോട് പഴയതിനേക്കാളും കൂടുതൽ സ്നേഹമാണ്. മോള് പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത് ആന്റി വന്നോന്നാ അല്ലേ മോളെ? അതെ അതെ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ വരുന്നുണ്ട്. മോനെ ദേ ആന്റി വന്നു. ആന്റി എപ്പോഴാണ് വന്നത്? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ രൂപ പറയുന്നുണ്ട്, കുഞ്ഞെന്തായാലും മനുവിനെ പോലെ തന്നെയുണ്ട്, മനുവിനെ എടുത്തു വെച്ച പോലെ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അതെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയണത് എന്ന് പറയാണ്. അതിനുശേഷം ഷാരി പറയുന്നുണ്ട്, രൂപേ ഇത് നിനക്ക് അവിടുത്തെ കല്യാണിയുടെ ഭംഗിയില്ലാത്ത കുഞ്ഞിനെ കളിപ്പിക്കേണ്ട, ദേ എൻ്റെ മോളുടെ ഭംഗിയുള്ള കുഞ്ഞിനെ കളിപ്പിക്കാം എന്ന് പറയുമ്പോഴേക്കും മനു പറയണ്ട, അമ്മേ അങ്ങനെ പറഞ്ഞുകൂടാ. കല്ലുമോൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, നമ്മുടെ കൺമണിക്ക് കൺമണിയുടേതായിട്ടുള്ള ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, അതെ അതെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞുകൂടെ ഇടത്തി എന്ന് പറയാണ്. അതിനുശേഷം രൂപ മനോഹരത ചോദിക്കുന്നുണ്ട്, അല്ല മനോഹരൻ നീ ഇനി എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ ആകെ ഞെട്ടുവാട്ടോ. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.